എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ പ്രശസ്ത ഐ സ്പെഷ്യലിസ്റ്റ്, നേത്രരോഗ വിദഗ്ധൻ. എൻ്റെ പേര് ഡോക്ടർ കണ്ണൻ. എങ്ങനെയുണ്ട്? അടിപൊളി പേര്, നല്ല പേരാണ്. ഡോക്ടറിന് ഇടാൻ പറ്റിയ പേര് കണ്ണൻ. താങ്ക് യു. കാരണം എന്താ വെച്ചാൽ എൻ്റെ അമ്മ ഇട്ട പേരാണ്. ഇടാൻ കാരണമുണ്ട്. ഞാൻ കുഞ്ഞിലെ ചുറ്റുടുമുണ്ടു വാവയായിരിക്കണ സമയത്ത് ഇങ്ങനെ ചുറ്റുടുമുണ്ടു മുട്ടയിലിങ്ങനെ എഴഞ്ഞൊക്കെ വരൂലേ, ഓടി ചെന്ന് ഇങ്ങനെ ഭിത്തിയത്തിന് തലയടിച്ചിട്ട് വിളിക്കണ ആ പ്രായത്തില് എന്റെ കണ്ണ് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. അപ്പൊ അങ്ങനെ എന്റെ അമ്മ ഇഷ്ടപ്പെട്ടിട്ട് ഇട്ട പേരാണ് കണ്ണൻ. അമ്മ ഇട്ടതാ. സത്യമാട്ടോ. അമ്മയ്ക്ക് നല്ലൊരു കയ്യടി കൊടുക്കട്ടോ അമ്മയ്ക്ക്. ഇപ്പോഴും ആ കണ്ണിന് മാത്രമേ ഉള്ളൂ ഭംഗി. ഇപ്പോഴും ആ കണ്ണിന് മാത്രമേ ഉള്ളൂ ഭംഗി. ഒരു കുഞ്ചാക്കോ ബോബനായത് പറയണേന്ന്. അല്ലേ, അതെ, ഭാഗ്യമുള്ള മനുഷ്യനാണ് നിങ്ങൾ. ഭാഗ്യമുള്ളതായിട്ടല്ലേ, അല്ലെങ്കിൽ കാലിലാണ് സൗന്ദര്യം കൂടുതലെങ്കിൽ എന്ത് ചെയ്തേനെ അന്ന്? ഓ ശരിയല്ലേ. എന്ത് ചെയ്തേനെ? അമ്മ എന്നെ കാലാന്ന് വിളിച്ചേ. അല്ല, ഡോക്ടർ ഭയങ്കര ആത്മാർത്ഥമുള്ള ആണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ജോലിയിൽ ഭയങ്കര മനസ്സിലായി. എന്തെന്നറിയോ, ഏതെങ്കിലും ഒരു പേഷ്യന്റിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പരിശോധിക്കാനായിട്ട് ഇങ്ങനെ ഹെഡ് ലൈറ്റ് ഒക്കെ വെച്ചിട്ട് തയ്യാറായി നടക്കുന്നുണ്ട്. ആര്? ഡോക്ടർ. അയ്യോ, ഞാനിത് ഊരി വെച്ചില്ലായിരുന്നോ? അയ്യോ, ഇത് അതുകൊണ്ടല്ല. പിന്നെ എനിക്കൊരു 100 റബ്ബറുണ്ട്. ഞാൻ വെളുപ്പിന് എഴുന്നേറ്റ് അത് വെട്ടിയിട്ടാണ് വന്നത്. ആ തിരക്കിന്റെ ഇടയിൽ ഇത് വെക്കാൻ മറന്നുപോയി, ഊരി വെക്കാൻ മറന്നുപോയി. എല്ലാ ജോലിയും ഡോക്ടറാ ചെയ്യുന്നത്. എല്ലാ ജോലിയും ഡോക്ടർ തന്നെ ചെയ്യാണ്. എല്ലാം ഞാൻ തന്നെ. ഈ ആൾക്കാരെ കിട്ടാനുള്ള പേര് റബ്ബറിന്റെ ഇല ഇടിഞ്ഞാറുണ്ട്, വില ഇടിഞ്ഞാകൊണ്ട് എനിക്ക് ആളെ കിട്ടാറില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യണേ. അല്ല, എങ്ങനെയാണ് ഡോക്ടറായത്? ഡോക്ടറായത് എങ്ങനെയാണ്? അത് പറയുമ്പോ എനിക്ക് ഭയങ്കര നാണം വരും. കാരണം ഞാൻ ഈ ഡോക്ടറാണെന്നുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കാമുകിയാണ്. അതായത് ഞാൻ ചില കാമുകി എന്ന് വെച്ചാൽ എനിക്ക് ഈ ജോലി സംബന്ധമായ കാര്യമായി ബന്ധപ്പെട്ട് എനിക്ക് ബോംബെക്കൊന്ന് പോകേണ്ടി വന്നു. ബോംബെയിൽ. അപ്പൊ ഞാൻ ഇവള് ഭയങ്കര പ്രണയാ. ഞാൻ പറഞ്ഞു അപ്പൊ ഒരു കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കണം. അവർക്ക് ഇവർക്ക് ഭയങ്കര വിഷമായി പോയി. ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ചു വന്നത് വരെ നീ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പോയ സമയത്ത് അന്ന് മുതൽ എന്ന് 250 വെളിച്ചെണ്ണ മേടിച്ച് ഇവൾ ഒഴിച്ചോണ്ടിരിക്കുക കണ്ണിനാണ്. ഞാൻ തിരിച്ചു വരുമ്പോണ്ടോ എണ്ണ ഉണ്ടാക്കണ ചക്കില്ലേ, അതിനകത്ത് വെളിച്ചെണ്ണ ഒഴുകണാൻ ഇവിടെ കണ്ണിൽ എണ്ണ ഒഴുകിക്കൊണ്ടിരിക്കുക. ഞാൻ പിന്നെ ഈ ഇവളെ കൊണ്ട് പോകാത്ത ആശുപത്രികളില്ല, നേത്ര ഹോസ്പിറ്റലിൽ ചെല്ലാതെ ഒരു ഹോസ്പിറ്റലും ഇല്ല. അങ്ങനെ എല്ലാ ഹോസ്പിറ്റലിലും ചെന്ന് ഈ കണ്ണിന്റെ പരിപാടി മൊത്തം ഞാനങ്ങ് പഠിച്ചു. അങ്ങനെ ഞാനങ്ങ് ഡോക്ടറായി. അങ്ങനെയാണ് ഡോക്ടറായി. എല്ലാം ഞാൻ പഠിച്ചത്. കാമുകി ഈ രോഗം മാറ്റിയ ഡോക്ടറെ കണ്ണ് കാണിച്ച് അവളുടെ കൂടെ അവന്റെ കൂടെ അങ്ങ് പോയി. അങ്ങനെ അല്ല ഡോക്ടറെ, എന്തോ സത്യം പറഞ്ഞാൽ നിങ്ങളെയൊക്കെ സമ്മതിക്കണം. നിങ്ങൾ ഈ മരുന്നിന്റെ കുറിപ്പ് എഴുതുന്നതേ വേറെ ആർക്കും വായിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങളല്ല സമ്മതിക്കേണ്ടത്. ഇത് വായിച്ചിട്ട് കറക്റ്റ് ആയിട്ട് മരുന്ന് തരുന്ന മെഡിക്കൽ സ്റ്റോറിൽ ഇങ്ങനെ പയ്യന്മാരെയാണ് സമ്മതിക്കേണ്ടത്. അതൊരു പോയിന്റാണ് കേട്ടോ. മരുന്നിന്റെ കാര്യം പറഞ്ഞിട്ട് ഡോക്ടർ, എനിക്കൊരു ചെറിയ കണ്ണിന് പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? ഈ കണ്ണിനൊരു ചെറിയൊരു കടി പോലെ ഉണ്ട് ഈ ഇടത്തെ കണ്ണിന്. സ്ത്രീകളുടെ കണ്ണുകടി മാറ്റാൻ പറ്റിയ ഒരു ഡോക്ടർ ഈ ഭൂമിയിൽ ഇന്ന് വരെ ജനിച്ചിട്ടില്ല. അത് നടക്കില്ല. ഡോക്ടർ തമാശയല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞ കണ്ണിനൊരു ചെറിയൊരു ഇതുണ്ട്. ഉണ്ടല്ലേ? ഒരു കണ്ണുകടി പോലെ. കുഴപ്പമില്ല, ഞാനത് മരുന്ന് തരാം. മരുന്ന് ഓക്കെ ആയിക്കോളൂ. മരുന്ന് ഒഴിച്ചിട്ട് നീ കുഴപ്പമില്ലല്ലോ അല്ലേ? കുഴപ്പമില്ലല്ലോ അല്ലേ? കണ്ണുകടി ഉണ്ടാവും. ഞാനിത് ഒഴിച്ചുമ്പോ കണ്ണുകടി ഉണ്ടാവാറില്ല. ഞാൻ ഇത് ഒഴിച്ചിട്ട് എന്റെ ബില്ല് കൊടുക്കുമ്പോ ചിലർക്ക് ചില കണ്ണുകടിയൊക്കെ ഉണ്ടാവാറുണ്ട്. അല്ല, ഇതൊഴിക്കുമ്പോ കണ്ണുകടി ഉണ്ടാവും. അപ്പൊ ചെറിയ ചൊറിച്ചിലൊക്കെ വരും. അപ്പൊ ചെറിയ ചെറിയ പല്ലുറുമലൊക്കെ ഉണ്ടാവും. ഞാനത് മൈൻഡ് ചെയ്യാറില്ല. ഡോക്ടർ, എനിക്ക് സംശയം കേട്ടോ. എനിക്കൊരു പ്രശ്നമുണ്ട്. അതായത് ഞാൻ ഉറക്കത്തിൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ പിന്നെ 10 മിനിറ്റേക്ക് കണ്ണിന് ഭയങ്കര വേദനയാണ്. 10 മിനിറ്റ് നേരത്തേക്ക് ഉറങ്ങി എഴുന്നേറ്റിട്ട് 10 മിനിറ്റ് നേരത്തേക്ക് എനിക്ക് കണ്ണിന് ഭയങ്കര വേദനയാണ്. എത്ര മണിക്കാണ് എഴുന്നേക്കുന്നത്? ഞാനൊരു 6 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കും. ഒരു കാര്യം, നാളെ മുതൽ ഒരു 6:10 ആകുമ്പോൾ എഴുന്നേറ്റാൽ മതി. ആ 10 മണിക്ക് ഉള്ള സംഭവം അങ്ങനെ മതിയില്ലേ? 10 മിനിറ്റത്തെ ഉറക്കം. അപ്പൊ നാളെ മുതൽ. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ചിങ്ങനെ നോക്കുമ്പോൾ എന്റെ കണ്ണിന് ഭയങ്കര വേദനയാണ്. നിന്റെ ഭാഗ്യം. അതെന്താ? ബിന്ദുവിനെ തുറച്ചു നോക്കിയിട്ട് കണ്ണിന് മാത്രമേ വേദനയുള്ളൂ എന്ന് ആ ഭർത്താവ് അങ്ങനെ അറിഞ്ഞാൽ ഇവന്റെ ശരീരം മൊത്തം വേദന ഉണ്ടാവില്ലായിരുന്നു. എന്റെ പൊന്നു സാറേ, ഞാൻ ബിന്ദു കുത്താണ്. കുത്ത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. അവൻ കുത്തുവാണോ വെട്ടുവാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. ബിന്ദുവിനൊക്കെ നോക്കി എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ പറ. മരുന്നുണ്ട്. വേറെ ഈ മരുന്ന് ഒന്ന് ഉപയോഗിക്കാം. ഇതും അതിന് തന്നെ ഉള്ള ഒരു മരുന്നാണ്. ഒരെണ്ണത്തിന് 100 രൂപയും 100 രൂപ, ഒരെണ്ണത്തിന് 50 രൂപയും. അത് സെയിം ആണോ മരുന്ന്? മരുന്ന് സെയിമാ. അപ്പൊ ഈ വിലയിൽ വ്യത്യാസം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 50 രൂപയുടെ മരുന്ന് കണ്ണിൽ ഒഴിക്കുന്നത് 50 വയസ്സുള്ള സിസ്റ്ററാ.
100 രൂപയുടെ മരുന്ന് ഒഴിക്കുന്നത് 25 വയസ്സുള്ള സ്ത്രീയാ. അപ്പൊ 100 ഒരു 2 ബോട്ടിൽ ഉണ്ട്. ഏ? 100 2 ബോട്ടിൽ മരുന്ന്. അപ്പൊ നിനക്ക് കുത്തും കൊണ്ടും വെട്ടും കൊണ്ടും നീ ഒതുങ്ങുന്ന ആളല്ല അല്ലേ? അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, ഞാനേ വന്നപ്പോൾ മുതൽ എനിക്ക് ഓരോ രോഗികളെ കാണുമ്പോൾ അവരുടെ ചെറിയ ലക്ഷണങ്ങൾ കാണുമ്പോൾ നമുക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ ഐ സ്പെഷ്യലിസ്റ്റ് അതുകൊണ്ട് പുള്ളിയുടെ കണ്ണിന് ഭയങ്കര ഒരു പ്രശ്നമുള്ള ആളാട്ടോ പുള്ളിയുടെ. ഉല്ലാസേട്ടന്റെ നിങ്ങളുടെ കണ്ണിന് ഉല്ലാസത്തിന് എന്തോ പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. അതൊരു ഓപ്പറേഷൻ വരെ ചെയ്യേണ്ടി വരും. അത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും എനിക്കില്ല. അത് നിങ്ങൾ ഐ സ്പെഷ്യലിസ്റ്റ് ആണോ? അല്ല അല്ല, അതാ പറഞ്ഞ ഒരു ഡോക്ടർക്ക് അത് മനസ്സിലാവും. അത് സാർ അതെങ്കിലും ദൂരെ നോക്കുമ്പോഴേ മനസ്സിലാവൂ. അതെങ്ങനെ മനസ്സിലാവും? ഇത്ര ദൂരം നിന്നിട്ട് എന്റെ കണ്ണിനാണ് അതല്ലേ ഡോക്ടറുടെ എന്റെ കണ്ണിന് പ്രശ്നമൊന്നുമില്ല. അത് ഞാൻ തെളിയിച്ചു തരാം. ആയിക്കോട്ടെ. ഞാൻ വായിക്കാൻ പറഞ്ഞത് നിങ്ങൾ വായിക്കുമോ? പിന്നെന്താ? ഒന്ന് വായിച്ചേ. ആ അറിയാൻ പാടില്ലാന്നാണോ ആന്നാണോ? അക്ഷരമായാണ്. ആണോ? ഇത് ഹീറോ. നിങ്ങളുടെ കണ്ണിന് പ്രശ്നമുണ്ട്. ഇല്ല. നിങ്ങളുടെ കണ്ണിന് പ്രശ്നമുണ്ട്. ഇല്ല. ഏ ഹീറോ. ഏ ഹീറോ. ഈറോടോ? ഹീറോ. 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 നിങ്ങളുടെ കണ്ണിന് പ്രശ്നമുണ്ട്. എല്ലാ അക്ഷരങ്ങളും വായിക്കുന്നുണ്ടല്ലോ, പിന്നെ എങ്ങനെ പ്രശ്നം? പിന്നെ എങ്ങനെയാണ്? എന്ന് വായിച്ചേ. അതെന്നാ ഇതെങ്ങനെ ഇതെങ്ങനെ വായിക്കാൻ? അതാ പറഞ്ഞ നിങ്ങളുടെ കണ്ണിന് പ്രശ്നമുണ്ട്. അല്ല, ഒരല്ലേ അല്ല. അല്ല, അത് നിങ്ങളൊന്ന് വായിച്ചോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് വായിച്ചു. അങ്ങനെ രോഗി പറയുമ്പോ വായിക്കാനിരിക്കണം അല്ല ഡോക്ടർ. ഡോക്ടർ പറയണ വായിക്കാനിരിക്കണം, അയക്കണം രോഗി. അറിയാവോ? എന്ത് രോഗി? ഒരു മിനിറ്റ് എൻ്റെ അടുത്ത് പോയില്ല. ഹലോ. അതെ ഡോക്ടറാണ്. ഞാൻ ഹോസ്പിറ്റലുണ്ട്, അമൃതയിലുണ്ട് ഞാൻ. അതെ, വാർഡിൽ ഞാൻ പേഷ്യന്റ് നോക്കിക്കൊണ്ടിരിക്കുക. വാർഡിലും? ഇത് അമൃതയില്ലേ? അമൃതയാണ്. അമൃതയാണ്. അതെ. ആണോ? നിങ്ങൾ എന്താ വർത്താനം പറഞ്ഞത്? നിങ്ങൾ വാർഡിലുണ്ടോ? അങ്ങനെയാണ് എന്നെ കാണണ്ടേ? ഞാനിവിടെ വാർഡിലുണ്ട്, രോഗികളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ ഈ വാർഡ് വാർഡാണ്? ഇത് വാർഡൊന്നുമല്ല. ഇത് അമൃത ഹോസ്പിറ്റലല്ലേ? അല്ലല്ല, ഇത് പ്രോഗ്രാം നടത്തുന്ന സ്റ്റുഡിയോ ആണ്. സ്റ്റുഡിയോയാണോ? ചാനലാണ്, അമൃത ചാനലാണിത്. ദൈവമേ, ഞാൻ ഹോസ്പിറ്റലാണെന്നും പറഞ്ഞോണ്ട് വന്ന് കയറിയതാണല്ലോ. നിങ്ങൾക്ക് ആ ബോർഡ് വായിച്ചിട്ട് വന്നുകൂടായിരുന്നു? അല്ലെന്നേ, ഞാൻ ഇവന് ട്രെയിനിന് മൊത്തം ഇറങ്ങിയിട്ട് ഞാൻ ഓട്ടോറിക്ഷ കയറി പറഞ്ഞു നേരെ അമൃതയിലേക്ക് വിട്ടോളാം. ഇവൻ നേരെ സ്റ്റുഡിയോയിലേക്ക് ഇത് വ്യക്തമായിട്ട് പറയണം. അല്ല, അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അത് വായിച്ചൂടെ നിങ്ങൾക്ക്? അതെങ്ങനെയാ വായിക്കണം? എനിക്ക് കണ്ണെനിക്ക് ശരിക്കും കാണാൻ പറ്റും. അല്ല, ഒരു രോഗിനെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞോണ്ടേ റെറ്റിനെ തെറ്റിപ്പോയി, അങ്ങോട്ടും മാറിപ്പോയി. ഇപ്പൊ അവൻ ഫാൻറ്റത്തിന്റെ കൂട്ട് അവിടെ നിൽക്കുക. ഞാൻ ചെന്നിട്ട് വേണം ഓപ്പറേഷൻ ചെയ്യാൻ. അവിടെ നിൽക്കുമ്പോൾ തന്നെ വരാം. ഓക്കെ. ഡോക്ടറാണ് കേട്ടോ. അയ്യോ,